മൈക്ക് ചെക്കിങ് മൈക്ക് ചെക്കിങ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. സോ നമ്മുടെ ഹീറോസും അവരുടെ നടിമാരും എന്താണ് ചെയ്യണേന്ന് പോയി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് മാക്സിനെയും ജുവാനെയും പോയി നോക്കിയാലോ. മാക്സും ജുവാനും ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. ജുവാൻ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോയിക്കുകയാണ്. അവിടെ കുറച്ച് സ്പൈ വർക്ക്സ് ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ മാക്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, VKയുടെ ഷോൾഡറായിട്ട് അവൻ ഇപ്പോഴും കൂടെയുണ്ട്. ഇനി അടുത്തത് ആരവേട്ടനെയും ദക്ഷേട്ടനെയും പോയി കാണാം. ആരവേട്ടനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഒരു പെർഫെക്റ്റ് വക്കീലായിട്ട് ഇപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ദക്ഷേട്ടൻ പിന്നെ നല്ല രീതിക്ക് തന്നെയാണ് ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. കളക്ടറല്ലേ, ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ ഇതുവരെ രണ്ടുപേരും കെട്ടിയിട്ടില്ല കേട്ടോ. കേരളം അല്ലേ, അതുകൊണ്ട് രണ്ടുപേരും വീടിന് വെളിയിൽ ഫ്രണ്ട്സും വീടിനുള്ളിൽ ലിവിങ് ടുഗദറും ആണ്. ഇനി നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാം. നമ്മുടെ ആമിയും ദേവേട്ടനും. ആമി ദേവേട്ടന് കൊടുത്ത വാക്ക് വലിച്ചു. അവൾ 2 വർഷം കൊണ്ട് പഠിച്ചു ഒരു ഡോക്ടറായി. പിന്നെ ദേവേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇപ്പോൾ അച്ഛൻ്റെ മരണശേഷം അവരുടെ കശ്യപ് കമ്പനി നോക്കി നടത്തുന്നത് ദേവേട്ടനാണ്. അതുകൊണ്ട് ഒരുപാട് ബിസിയാണ്. വീട്ടിലൊന്നും കാണാനൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞ് ആമിയുടെ പരാതിയാണ്. അല്ല, ഞാനിതിപ്പോൾ എന്തിനാ ഇവിടെ പറയുന്നത്, അത് നമുക്ക് കഥയിലൂടെ കാണാലോ. ഇനി നമുക്ക് അടുത്ത കപ്പിൾസിലേക്ക് പോവാം. നമ്മുടെ നഗുവും ഭൂമി. ചിന്നു ഇപ്പോൾ തൻ്റെ കെട്ടിയവനെ സഹായിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട്. എങ്കിലും അവർക്കൊരു കുഞ്ഞു വാവയുണ്ട്. പിന്നെ നമ്മുടെ നഗുവിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒരു പണി തീരുമ്പോൾ അടുത്ത പണി വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അവിടെ ഒരു ഭാഗത്ത് നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവം ഒരു IPSന്റെ രോദനം. അടുത്ത കപ്പിൾസിലേക്ക് ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് നേരിട്ട് കയറി ചെന്ന് കാണാന്ന്, ഒളിഞ്ഞു നോക്കാന്ന്. ആരാ? ടൈസൺ ഇന്നലെ. യു ഗെറ്റ് ഇൻസൈഡ്. നായിന്റെ മോനെ. പേടിക്കണ്ട, ഇതാണ് VK. ഓക്കെ സാർ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഈ VKയുടെ വണ്ടി തന്നെ പിടിച്ചെടുക്കാൻ? സാർ പ്ലീസ്, എനിക്കറിയില്ലായിരുന്നു അത് നിങ്ങളുടെ വണ്ടിയായിരുന്നു എന്ന്. നിന്റെ നുണ എൻ്റെ അടുത്ത് വില പോകുമെന്ന് കരുതിയോ? എൻ്റെ വണ്ടിയാണെന്നും അത് 100 കോടിയുടെ ഡീലാണെന്നും എല്ലാം നിനക്കറിയാമായിരുന്നു. എന്നിട്ടും നീ അത് തടഞ്ഞു. നിന്നെ ഞാൻ... ഓ ആദി, അവൻ്റെ വായ മൂട്. ഓക്കെ ബോസ്. ഹലോ ആദി, എന്താടാ? ഹലോ വിച്ചുവേട്ടാ, നിങ്ങൾക്ക് എന്താലോചിച്ചിരിക്കുക മനുഷ്യ? വരുന്നില്ല ഇങ്ങോട്ട്? എല്ലാവരും നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങി. ഓ, ഞാനത് വിട്ടുപോയി. ഒരു 30 മിനിറ്റ് ഞാൻ അവിടെ എത്തും. പതുക്കെ വന്നാ മതി, ധൃതി കൂട്ടണ്ട. ഇല്ല ഭാര്യ. ഓക്കെ, ഞാൻ വെക്കുവാണേ. ശരി. ഗൈസ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യ്, ഞാൻ ഇറങ്ങുക. 2 days ഇവിടെ ഉണ്ടാവില്ല. ആൻഡ് മാക്സ്? ഓ അറിയാം, ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ. പിന്നെ ബോസ്, ഇതാണ് ടൈസൺ. ഓ ടൈസൺ, ന്യൂ മെമ്പർ? യെസ് സാർ. ഐ എം ഇൻ എ ഹറി, സോ ലെറ്റ്സ് മീറ്റ് ആഫ്റ്റർ 2 days. ഓക്കെ വികെ സാർ. ഓക്കെ. അമ്മേ, ആ സാർ വല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാ? എന്തേ അങ്ങനെ ചോദിച്ചേ? അല്ല, എത്ര പെട്ടെന്ന് ഫേസിൽ എക്സ്പ്രഷൻ മാറ്റിയത്? കുറച്ചേരം മുമ്പ് ഭയങ്കര കലിപ്പായിരുന്നു, ഇപ്പൊ ചിരിക്കുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ മുതല്? ഇതൊക്കെ മേലായിരുന്നു. കലിപ്പം തന്നെ കട്ട കലിപ്പനായിരുന്നു. ഇപ്പോഴാണ് അവനൊന്ന് നന്നായത്. ഓ അതെ, ഞാൻ കേട്ട VK ഇങ്ങനല്ല. നീ കേട്ട VK തന്നെയാണ് ആ VK. പക്ഷേ അവന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ മാത്രമേ ഇങ്ങനെ കാട്ടാറുള്ളൂ. ഓ ഓക്കെ. വാ, ഞാൻ ബാക്കിയൊക്കെ തന്നെ പഠിപ്പിച്ചു തരാം. ഓക്കെ ചേട്ടാ. മരുമോനെ വാടാ, എന്തേ ലേറ്റ് ആയേ? കുറച്ച് പണിണ്ടായിരുന്നു അച്ഛാ. കേറിയിരിക്കെ. അവള് നിന്നെ കുറെ നേരം തിരക്കുന്നു. ഞാനെന്നാ പോയി കണ്ടിട്ട് വരാം. എന്നിട്ട് മനുവിന്റെ അടുത്തേക്ക് ചെല്ല്. അച്ഛാ. ആദി, പതുക്കെ. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഈ 2 എണ്ണത്തിന് ഉറക്കെടുത്തത്? ഓ ഐ എം സോറി. ഇത്ര നേരം നിങ്ങളെ കാണാൻ വേണ്ടി കിടന്ന് കരഞ്ഞോണ്ടിരിക്കായിരുന്നു. ഞാനും ആമി മാറി മാറി എടുക്കായിരുന്നു. എന്തല്ലേ മക്കള്? അതെ, പാല് കുടിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് 2 പേർക്ക് എന്നെ വേണ്ടുള്ളൂ. അല്ലെങ്കിൽ അപ്പ അപ്പ എന്ന് പറഞ്ഞ് നടക്കും. അങ്ങനെ പറയില്ലേ, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി നിനക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് 2ാമതൊരു ട്രൈ ചെയ്യാടി. പോയ മനുഷ്യവിടുന്ന് 2 തന്നെ നോക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയുള്ളൂ. വന്നേ പുറത്തേക്ക്. എന്തിനാ? കുറച്ച് സംസാരിക്കുന്നുണ്ട്. എടി, ഞാൻ എൻ്റെ മക്കളെ കാണട്ടെ. എന്നാ കാണും.
മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകുന്ന ഞാനിൻ നല്ലാരോമൽവാവേ. ചന്ദനത്തെന്നലിൽ ചാമരം വീശി വന്നോരോരാവിൽ ആലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. എന്താ പറയാനുള്ള? ഇന്ന് ഹൽദി ആയതുകൊണ്ടേ നമ്മളൊരു ഡാൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. വിച്ചേട്ടൻ വാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ടിന്ന് തകർക്കണം. ആണ് കപ്പിൾ ഡാൻസ്? അല്ലല്ല, എല്ലാ കസിൻസും ഉണ്ട്. ഓ, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പിൾ ഡാൻസ് ഇവിടെ കല്യാണത്തിന് ചെയ്യാം. അതൊരു നല്ല ഐഡിയയാണ്. ഏട്ടാ, ആ വാവേ, ഇങ്ങോട്ട് വാ. ദേവേട്ടൻ വന്നില്ലേ? എനിക്ക് പോലും കാണാനായില്ല. അപ്പോഴാണ് കല്യാണത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പ വരുന്ന്. വന്നാ മതി. അല്ല, കൊച്ചുങ്ങളോ? അവരുറങ്ങി. പിന്നെ നന്ദുവേട്ടനും ചിന്നുനാത്തൂനും വിളിച്ചിരുന്നു. അവര് കുറച്ച് കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞു. അവർക്കുണ്ടോ കല്യാണം? മനുവേട്ടൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആരവേട്ടനും ഉണ്ട്. ആഹാ, അപ്പൊ ഇതൊരു പൊളി പൊളിക്കുമല്ലോ. മനുവിനെ പോയി കാണട്ടെ. മനുവേട്ടനെ ഹാളിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളാണ്. ആ, ഒരു നിമിഷം അവനായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട്. പാവം മനു, അവനൊരു പാവമായിരുന്നു. ഞാനെന്നാ അവനെ പോയി കാണട്ടെ. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ഏട്ടാ, മനുവളിയാ. ആ വിച്ചു, എന്താണ് ലേറ്റ് ആയേ? ഒന്നും പറയണില്ല, കുറച്ച് ബിസിയായി പോയി. ഞാൻ ഇത്ര ലേറ്റ് ആയപ്പോ വിചാരിച്ചു നാളെ കല്യാണത്തിന് എത്തുള്ളൂന്ന്. കല്യാണത്തിന് മാത്രം വന്നാ ഒരു സുഖം ഉണ്ടാവില്ല. തലേം നല്ല നമ്മ പൊളിക്കുന്നേ. അടി ഇടി. ആ അതെ, ഇത് അവസാനത്തെ അടിയായിരിക്കട്ടെ അളിയാ. ഇനി ജീവിതകാലം മുഴുവനും അടിക്കാൻ പാടില്ല. നെവർ. അയ്യോ എന്റെ നഗു, ഒന്ന് വേഗം കുളിക്കടാ. ഇനി ഇപ്പൊ കഴിയും. ഇപ്പൊ കഴിയുന്നു. ഇപ്പൊ കേറി കുത്തിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ എത്താന്ന് പറഞ്ഞതാണ് ആമീനോട്. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കായി പോയി. നീ ഹാഫ് ഡേ ലീവ് എടുത്തോണ്ടാണ് എനിക്ക് പകുതി മുക്കാലും പണിയെടുക്കേണ്ടി വന്നത്. എന്തൊക്കെ പറഞ്ഞാലും വേഗാവട്ടെ. ഒന്ന് കുളിക്കാനാണ് ഇത്ര നേരം. ഇപ്പൊ കഴിയും. സോപ്പ് തേച്ചോണ്ടിരിക്കയാണ്. ഇത്ര നേരമായിട്ട് സോപ്പ് തേച്ചിട്ടുള്ളൂ. ഇടി ഇപ്പൊ വെള്ളം ഒഴിക്കും. ഓ, ഇങ്ങനൊരു സാധനം. കുഞ്ഞാ വാവേ, എണീറ്റട മോനെ, നമുക്ക് കല്യാണത്തിന് പോണ്ടേ. ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെ ശരിയാവും? എനിക്ക് സുന്ദരാ. അച്ഛൻ്റെ മോൻ തന്നെ എണീക്കാൻ പറഞ്ഞ് എണീക്കരുത് കേട്ടാ. എന്തേ? ഹിന്ദുവാ മനുഷ്യത്. ഞാനേ നിന്നൊന്ന് കാണാൻ വന്നതാ. എന്തിന്? ബാത്റൂമിലിരിക്കുമ്പോ എന്നെ ചീത്ത പറയുന്നു അല്ലേ? ഉള്ള കാര്യല്ലേ പറഞ്ഞത്. ഉള്ള കാര്യമൊക്കെ തന്നെ. പക്ഷേ എനിക്കെന്താ ബാത്റൂമിൽ എത്ര ടൈം എടുക്കണമെന്ന് നിനക്ക് മനസ്സിലായ? ഇല്ല. ഇത്ര കാലമായിട്ടും എന്റെ ഭാര്യയ്ക്ക് അത് മനസ്സിലായില്ല? ഇല്ലെന്ന്. ആണുങ്ങൾക്ക് ബാത്റൂമില് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതേ അവർക്ക് ആവശ്യമുള്ള സാധനം അവരുടെ ഭാര്യമാരിൽ നിന്നും കിട്ടാണ്ടാവുമ്പോഴാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം തരുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഇല്ല, ഇത് വേറെ. നമ്മുടെ മോന് ഒരു കൂട്ടൊക്കെ. ഓ മതി, ഇറങ്ങ്. ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു മൂഡിലേക്ക് പോകും. കല്യാണാണ്. അമ്മ എന്നാ മോളെ, ഞങ്ങളെന്നാ ഇറങ്ങുകയാണേ. പോയിട്ട് വാ. സമയത്ത് മരുന്നൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണമെങ്കിൽ വിളിക്കാം. വേണ്ട, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എടുത്ത് കഴിച്ചുകൊണ്ട്. നിങ്ങൾ ഇറങ്ങാൻ നിൽക്ക്, സമയം ഒരുപാടായി. അമ്മ ശരി. അമ്മ ഞാനും ഇറങ്ങാണേ. മോനെ. Sir, this is the work. How is it? താനിത് ചെക്ക് ചെയ്തോ? Yes sir, it's perfect. Okay. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണം. Okay sir. You can leave. Oh my god, ടൈം എത്ര? ഷിറ്റ്. എന്നെ വിളിച്ചിട്ടുണ്ടാവും. താനെൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. ഒന്ന് എടുത്തുകൊണ്ട് വരോ? Yeah sir. How can I forget this? എന്നെ തല്ലിക്കൊല്ലും. എന്നാ sir. Thank you. Wow,
നൈസ്. 15 മിസ് കോൾസ് ഫ്രം മൈ വൈഫ്. ദേവേട്ടാ ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ കാറിൽ കയറി ഇപ്പം എത്തും. ഓഫീസാണോ മനുഷ്യ നിങ്ങളുടെ കാറ്? ഞാൻ കാറിലാണ്. മിണ്ടിപ്പോകരുത്. 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ ഹോളിഡേ പരിപാടി തുടങ്ങിയിട്ടാണ് ഇവിടെ എത്തുന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ഇനി നിങ്ങൾ എന്നോട് മിണ്ടണ്ട. അയ്യോ ഞാൻ വന്നു എത്തി. ഈ കണ്ട മാഫിയാസിനെയും ഗുണ്ടകളെ എല്ലാത്തിനെയും പേടിപ്പിച്ചൊരു ഭാഗത്ത് നിർത്തുന്നവനാ ഈ ദേവേഷ് കശ്യപ്. ആ ദേവേഷ് കശ്യപ് ഈ ലോകത്ത് ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സ്വന്തം ഭാര്യയാണ്. എൻ്റെ ഒരു അവസ്ഥ. സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർത്തു തരൂ. അത് പിന്നെ സാർ ഇല്ലല്ലോ. അപ്പം മാറി ഞാൻ പോട്ടെ. ബാക്കിയുള്ള വാക്ക് നോക്കിയാൽ മതി. ഓക്കെ സാർ. എടോ അതൊന്ന് വലിച്ചിട്ട് താഴ്ന്നു നിൽക്കുന്നു. ദക്ഷ്, ഓ മൈ ബേബി ബോയ് ഈസ് ഹിയർ. എപ്പോ വന്നു? ഇപ്പൊ തന്നെ വന്ന് കയറിയുള്ളൂ. കഴിച്ചു എന്തെങ്കിലും? കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. വാ അങ്ങോട്ട് പോവാ. എന്തിനാ? ഇവിടെ പ്രൈവസി ഒന്നുമില്ല. നീ കണ്ടില്ലേ ആൾക്കാർ നിറച്ച് നിൽക്കാണ്. പ്രൈവസി ഉണ്ടായിട്ട് ഇപ്പൊ എന്തിനാ? എന്റെ മോനെ നീ ഒന്നും മിണ്ടരുത് കേട്ടാ. എനിക്കുണ്ട് കുറെ വികാരങ്ങൾ, എനിക്കതൊക്കെ തീർക്കണം. ഇപ്പോഴാ ഐ മീൻ അതല്ല, ഇത് വേറെ വികാരം. ഇങ്ങനെ കണ്ണീക്ക് നോക്കാനാ വിളിച്ചേ? യാ, staring into your deep dark eyes. It's heavenly feeling, man. എന്നിട്ട് then look down into your pinkish lips and stare it for 2 seconds and kiss it like there is no tomorrow. ഓഹോ, അപ്പോൾ കിസ് ചെയ്യാനുള്ള പ്ലാനാണെന്ന്. യാ എന്നാ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കിസ്സടാ. ഓ അപ്പോൾ എൻ്റെ ചെക്കന് നാണൊക്കെ പോയല്ലേ? പിന്നെ 2 വർഷം കൊണ്ട് നീ അത് തീർത്ത് കളഞ്ഞല്ലോ. അതാണ് ഞാൻ. ഇങ്ങോട്ട് വാ. അയ്യോ ഞാനൊന്നും കണ്ടില്ല. ഓ ഈ കുരിപ്പ് എല്ലാവരും ഉണ്ടല്ല. നീ എന്തിനിപ്പോ ഇതിന്റെ ബാക്കിക്ക് വന്നേ? അത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ട്. പക്ഷെ ഞാൻ കുറച്ചു നേരം ടൈം എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനുള്ളിലെല്ലാം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതൊന്നും കഴിഞ്ഞില്ല. നിങ്ങൾ വേഗം പരിപാടി തുടങ്ങി. എല്ലാവരും എത്തി. ഓ ഇതാ വരുന്നു. പിന്നെ ഇവിടെ നടന്നത് ആരോടെങ്കിലും നീ പറഞ്ഞ? ഞാൻ പറയും. ഹിന്ദു ആടിത്. ഓ പറയില്ല. ദാറ്റ്സ് മൈ ഗേൾ. പട്ടും ചുറ്റി വീടിപ്പിന്ന് വരുന്നേ, തപ്പും തട്ടി പാടാൻ വാങ്ങി അരികെ, മംഗല്യത്തിൻ നാൾ കുറിക്കും ദിനമായി, ചിന്താമര പൂവായി പെണ്ണ് വരവാ. കണ്ണിനു കണ്ണിൻ മണിയാ, തിങ്കള തോൽക്കും കനിയാണ്. ഞങ്ങളുടെ പൊന്നിൻ കൂടമാ നിങ്ങളുടെ കയ്യിൽ തരുവാണ്. ശ്യാമവർണ്ണനുമൽ ഗോപികയല്ലേ നീ, രാമനൊത്ത് വാഴും ജാനകിയല്ലേ നീ, മാരനോട് ചേരാൻ സമ്മതമേകണ മംഗള താമ്പൂലം. അല്ലളിയാ, എനിക്കൊരു ഡൗട്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ അളിയൻ എങ്ങനെ ഇവളെ വളച്ചെടുത്ത്? അത് പ്രത്യേകിച്ച് വളയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആദ്യക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ കാണാൻ വന്നായിരുന്നല്ലോ. അപ്പം അങ്ങനെ കണ്ട്
പിന്നെ ഞാനായിട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവൾ ഓക്കെ ആണെന്നും പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പറഞ്ഞു കേട്ടാന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് കുറച്ചും കൂടി പഠിച്ചു തീരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കേട്ടാന്ന്. ആൻഡ് നൗ വി ആർ ടുഗദർ. ഓഹോ, എടാ മനുവേട്ടാ, അപ്പോൾ ഞാൻ ആശുപത്രിയിൽ വയ്യാണ്ടായി കിടക്കുമ്പോൾ നിങ്ങൾക്കവിടെ പ്രണയമല്ലേ? അത് തന്നെ, മനുഷ്യനല്ലേ, വികാരങ്ങൾ ഉള്ളിലൊതുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് നേരം കാലൊന്നുമില്ലല്ലോ. നടക്കട്ടെ, എന്തായാലും കെട്ടിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നിങ്ങളെ പിരിക്കാനും പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാട്ടിയാനായിരുന്നു. അതെ, എനിക്ക് നമ്മളുടെ ഫാമിലിയിലെ എല്ലാവരുടെയായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്തുവാ? എല്ലാവരും വന്നേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിയിരിക്കാം, എന്നിട്ട് സംസാരിക്കാം. ഓക്കെ, എന്നാ എല്ലാവരും വരൂ. ഒരു 10 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ മാക്സ് ഏട്ടനും ജുവാന ചേച്ചി എത്തും, അത് കഴിഞ്ഞിട്ട് തുടങ്ങാം. അവരെയും വിളിച്ചാ? ജുവാൻ എപ്പോ വന്നു? ആ, ചേച്ചി അമേരിക്കയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, ഞങ്ങളെത്തി, തുടങ്ങിക്കോ. ആ, ഓക്കെ. അപ്പം എല്ലാവരും കൂടിയിരിക്കല്ലേ. നമ്മൾ അവസാനമായിട്ട് അന്ന് ട്രിപ്പ് പോയത് എന്നാന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? 2, 3, 4 വർഷങ്ങൾക്ക് മുന്നേ. അതായത് ഇപ്പം നമ്മൾ ട്രിപ്പ് പോയിട്ടേയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും അന്ന് 4 വർഷങ്ങൾക്ക് പോയ അതേ സ്ഥലത്തേക്ക്, നമ്മുടെ തായ്ലൻഡിലേക്ക് ഒന്നുകൂടെ നമ്മളൊരു യാത്ര പോകും. ഇന്നെല്ലാം മറന്ന് സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്ര. ആരും ഒഴിവുകേട് പറഞ്ഞ് പോകരുത്. പലർക്കും പല ജോലിയുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊന്നും പറഞ്ഞ് ഈ ട്രിപ്പ് വേണ്ടെന്ന് വെക്കരുത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്നും കൂടി നമുക്ക് അങ്ങോട്ട് പോകണമെന്ന്. പിന്നെ അങ്ങനെ ആരെങ്കിലും ഒഴിവുകേട് പറഞ്ഞ സത്യമായിട്ടും, സത്യം എന്ന് പറഞ്ഞാൽ സത്യം, ഞാൻ നിങ്ങളെ തല്ലും. അപ്പോ ചേച്ചി നിതിൻ തമ്മിലുള്ള പ്ലാനാണെന്ന്? ഏയ്, ഞങ്ങൾ നാത്തൂമാരെല്ലാവരും കൂടിയുള്ള പ്ലാനാ. ഓഹോ. അപ്പോൾ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. അസംബ്ലി ഡിസ്പ്ലേസ് പോ. ദക്ഷേട്ടനും ആറുവേട്ടനും പോയി. ബാ ഇരിക്കി. ആ, പറ. ഓക്കെ, പ്ലാൻ എന്താണെന്നറിയാലോ? നിങ്ങൾക്കൊന്നും അറിയാത്ത പോലെയാണ് നമ്മളവിടെ ചെല്ലുന്നത്. എന്നിട്ട് നമ്മൾ അവരെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച പള്ളിയിൽ കൊണ്ടുപോകുന്നു, കെട്ടിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുപോരുന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് നീട്ടി വയ്ക്കാൻ പറ്റത്തില്ല. 4 വർഷം കഴിഞ്ഞു. ഇത്ര നാളായിട്ട് അവർ കേട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒന്നില്ലെങ്കിലും അവരുടെ മനസ്സിലും ഇപ്പോഴും അവർ അകന്നു ബോയ് ഫ്രണ്ട്സ് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണേ, മനസ്സിലായല്ലോ? യെസ് മാം. ഓക്കെ. ഈ കല്യാണത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്ത്? ഈ കല്യാണത്തിൻ്റെ അന്ന് നമ്മളെല്ലാവരും കല്യാണം മാത്രമല്ല കൂടുന്നത്, പട്ടായ പോയി അടിച്ചു പൊളിക്കും. ഓ, ഫൈനലി. എത്ര കാലം ഞാൻ ആഗ്രഹിക്കുന്നു പട്ടായ പോണം എന്ന്. ആഗ്രഹിക്കാറില്ല, പക്ഷെ എന്തായാലും ഭരണസ്ഥിതിക്ക് പോണല്ലോ. നഗു, നീ എൻ്റെ മേടിക്കും. സഭ പിരിച്ചിട്ടിരിക്കുന്നു. ദേവേട്ടാ, പട്ടായാണ്. കുറെ പെണ്ണുങ്ങൾ ബിക്കിനിട്ട് നടക്കും. നിങ്ങളിങ്ങനെ അവരെ കഴുത്തിന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ. ഞാൻ നോക്കുന്നില്ല, ഞാൻ കണ്ണടച്ച് നടന്നുണ്ട്. അന്ത ഭയം ഇറക്കട്ടോ ഡാർലിംഗ്. ഓ ജുവാന ബേബി, ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല. Oh, my sweet honey. Thank you so much for understanding me. അപ്പൊ എന്റെ വട്ടായ പോയി. എന്തേ? അല്ല, ഇവര് ഇങ്ങനൊക്കെ പറയുന്നുണ്ട്, നീ ഒന്നും പറയുന്നില്ലേ? ഞാനെന്താ പറയണ്ടേ? അല്ല, അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ. ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ? എനിക്ക് 2 കുഞ്ഞുങ്ങളാ. ഞാൻ ഒരെണ്ണത്തിന് എൻ്റെ കൈ വയ്ക്കും, ഒരെണ്ണത്തിന് നിങ്ങളുടെ കൈ തരും. അപ്പോൾ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിച്ചാലും കുട്ടിയുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഒരു പെണ്ണുങ്ങൾ നോക്കാൻ പോണില്ല. അത് നല്ലൊരു പോയിന്റാണ്. എന്നാ പിന്നെ പോവാം. ഓക്കെ. എഗെയിൻ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവരും പോ. പിന്നെ ഏത് ഡേറ്റ് ആണ് പോണേന്നും ഏത് ഫ്ലൈറ്റിനാണ് പോണേന്നും ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പ് അയക്കാം കേട്ടോ. ഓക്കേടാ. എന്താണ്? എന്താണ് പെണ്ണെ, മുഖൊരു കൊട്ടുണ്ടല്ല. ഉണ്ടെങ്കിൽ സോറി ഡീ, എനിക്കറിയാൻ പാടില്ല. ഞാൻ കുറേ വർക്ക് ഹോളിക്കായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊക്കെ ഞാൻ ഓഫീസിലിരുന്നും പുറത്തു പോയും ഒക്കെയാണ് തീർക്കുന്നത്. അറിയാം. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇത്രയും സ്ട്രെസ് എനിക്കെടുക്കേണ്ടി വന്നിട്ടില്ല. സ്ട്രെസ് കൂടി എന്നാണോ എൻ്റെ തല പൊട്ടി തെറിച്ച് ചാവാൻ പോകുന്നത്
എനിക്കറിയാൻ പാടില്ല. ചില സമയത്ത് ഉറങ്ങാൻ പറ്റാണ്ടാകുമ്പോൾ സ്ലീപ്പിംഗ് പിൽസ് വരെ കഴിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഐം സോറി. ഞാൻ പറ്റുന്ന പോലെ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. ദേവേട്ടാ, ഉം. എനിക്ക് നിങ്ങളെ എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ മേ ബി സം കൈൻഡ് ഓഫ് പ്രഷർ മാറ്റാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയാലോ? എങ്ങനെ? മീൻസ് യൂസ് മീ ആസ് യുവർ സ്ട്രെസ് റിലീവർ പിൽ. ആ, I mean, take me. do you think it's gonna be work? Yes, of course. Sometimes sex can relieve you. Oh, then let me try. Va. ചെന്നോ, കൊച്ചിറങ്ങിയ? ഉറങ്ങിക്കൊണ്ടിരിക്കുക. എന്തേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. പോയി കിടന്നോർന്നു. എല്ലാം അറിഞ്ഞിട്ട് നീ എന്തുവാ ചിന്നിങ്ങനെ? ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇവൻ ഉറങ്ങി കണ്ടുവരാം. ഓക്കെ, സെറ്റ്. അവൻ ഉറങ്ങി. എന്റെ ചിന്നോള് എത്രയായി കണ്ടിട്ട് നിന്നിങ്ങനെ ഒന്ന്. ഞാൻ സമ്മതിക്കൂടത്തണ്ടേ. എനിക്ക് 1 വയസ്സാവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ വേറൊരു സിബ്ലിങ്ങിന് എനിക്കിപ്പം വേണ്ട. ഓക്കെ, ലെറ്റ് മീ ട്രൈ. അയ്യോ, കൊച്ചെഴുന്നേറ്റ് മാറങ്ങോട്ട്. ഓ, എന്തൊരു ടൈമിങ്ങാണ് എന്റെ മോന്. അപ്പ അപ്പ എന്തോ അപ്പാന്ന് വിളിച്ചിങ്ങനെ നടക്ക. ഉറങ്ങാനായില്ലേ? നിന്റെ അനിയൻ കിടന്നുറങ്ങിയില്ലോ. കുഞ്ഞി അപ്പ കുഞ്ഞപ്പയും ചാച്ചാ. കുഞ്ഞപ്പയും കൂടി ചാച്ചാന്ന്. വാ വാ, അമ്മയും മോൻ ഉറങ്ങിയിട്ട് നമുക്ക് അവിടെ ഡേ കയറി കിടന്നുറങ്ങാം. അമ്മ അപ്പ ചാച്ചു കുഞ്ഞി. അവൾ എത്ര പെട്ടെന്നല്ലേ സംസാരിക്കുന്നത്. ഇവ ഭയങ്കര സ്ലോയാ. പണ്ട് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനും ചിന്നു സംസാരിച്ച സമയത്ത് എനിക്ക് കുറേ ടൈം എടുത്തു, പക്ഷേ അവൾ പെട്ടെന്ന് സംസാരിച്ചു എന്ന്. അതെങ്ങനെയാ പെൺകുട്ടികൾ പെട്ടെന്ന് സംസാരിക്കുന്നത്? ആൺകുട്ടികൾക്ക് കുറച്ച് ലാഗിങ് ഉണ്ട്. ഓ, അതായിരിക്കും അല്ലേ. അവനെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതെ അതെ, വേഗം പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പം കിടന്നുറങ്ങ്. ഓക്കെ ഓക്കെ. ഒരു ഗ്ലാസ് എനിക്ക് കൂടെ ഒഴുക്കി. ആ, നീ ഇതെപ്പോ വന്നു? ഞാൻ വന്ന് കുറേ നേരമായി. ആളെ കാണണ്ടായപ്പോ ഇങ്ങോട്ട് കയറി വന്നതാ. എന്തണ്ടാ ഇപ്പൊ ഒരു അടി? ഇതിപ്പോ ആദ്യമായിട്ടാണല്ലോ ഒറ്റക്കിരുന്ന് ഒരടി. ഏയ്, അടിക്കാൻ തോന്നി അടിച്ചു. ഓ അങ്ങനെ.
അപ്പോൾ നമ്മളോടൊന്നും പറയില്ലെന്ന്. ഞാൻ എന്ത് പറഞ്ഞില്ലെന്ന്? എടാ, ഒരു സാമാന്യ ബോധം നിനക്കുണ്ടെങ്കിൽ നീ ഇത് പറയത്തില്ല. ഞാനും നീയും ആരാ? കപ്പിൾസ്. സോ നിന്നെ എനിക്കറിയാം, നിനക്ക് എന്നെ അറിയാം. അതുകൊണ്ട് നിന്റെ ഒരു രൂപമാറ്റത്തിലോ ഭാവമാറ്റത്തിലോ ഒക്കെ എനിക്ക് മനസ്സിലാവും. വേഗം പറഞ്ഞോ, ഇപ്പം ഈ മുഖത്തിൻ്റെ കാരണം എന്താ? അല്ലടാ, എല്ലാവർക്കും കുട്ടികളൊക്കെ ആയല്ലോ. ഏതെല്ലാവർക്കും? അല്ല, നമ്മളറിയുന്നവർക്കൊക്കെ. അതിന് അതിനൊന്നല്ല, നമുക്കും വേണ്ട ഒരു കുഞ്ഞ് നമ്മുടെ ഇത് മാത്രമാണെന്ന് പറയാനായിട്ട്. എന്താ അഡോപ്ഷനാ? അങ്ങനെയല്ല, സ്പേം ഡൊണേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുമല്ലോ. ഓ അങ്ങനെ. എന്നാ ഇപ്പം നമുക്ക് കുഞ്ഞിനെ വേണ്ട. എടാ എന്തുവാടാ? എനിക്കിപ്പോൾ താല്പര്യമില്ല, അത്ര തന്നെ. ഇനി ഈ ഇപ്പം സംസാരിക്കണ്ട. ക്ലോസ് ദ ചാപ്റ്റർ. അല്ല, എന്തിനിപ്പോൾ ഫോൺ നോക്കിയിരിക്കുന്നേ? എനിക്ക് ഫോൺ കാണാൻ തോന്നിയിട്ട്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. നീ ഇങ്ങോട്ട് വന്നേ. ദേ അങ്ങോട്ട് മാറുന്നേ. ഇപ്പം എനിക്ക് താല്പര്യമില്ല. ഓ, നീ അങ്ങനെ താല്പര്യപ്പെടണ്ട, ഞാൻ താല്പര്യപ്പെട്ടുകൊണ്ട്. മാറി നിൽക്ക് ദക്ഷ്. നോ വേ. എടാ തെണ്ടി, നാളെ എനിക്ക് കോർട്ടിൽ പോകേണ്ടതാണ്ടാ. അത് സാരില്ല, നാളെ ഞാൻ നിന്നെ എടുത്തോണ്ട് പൊക്കോണ്ട്. ജുവാന, ട്രിപ്പ് പോകാനുള്ള സാധനങ്ങളൊക്കെ നീ എടുത്തു വെച്ചോ? ഇത്ര പെട്ടെന്ന് എടുത്തേക്കണോ? ഇപ്പം എടുത്തു വെച്ചാലേ അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ടെൻഷൻ ഫ്രീ മൈൻഡ് ആയിരിക്കണം, കേട്ടല്ല? ഓക്കെ ഓക്കെ. പിന്നെ ഡാർലിങ്, ഡാഡി ഞാൻ അമേരിക്ക ചെന്നപ്പോൾ പറയുക നമ്മുടെ രണ്ടുപേരും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. അതെന്താ ഇത്ര പെട്ടെന്ന് നടത്താൻ താല്പര്യപ്പെടുന്നേ? അത് വേറെ ഒന്നല്ല, ഡാഡി പറയാ ഡാഡിക്ക് പ്രായം കൂടി വരണമെന്ന്, മരിക്കുന്നതിനേക്കാളും മുമ്പ് കല്യാണം കാണണമെന്ന്. ഇതല്ല അപ്പന്മാരും പറയാനുള്ള കാഷ്വൽ ഡയലോഗ്. ഇതന്നെ ഞാനും പറഞ്ഞത്. പക്ഷെ ഡാഡി പറയുക അത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ്, നിങ്ങളും അപ്പനും അമ്മയൊക്കെ ആവും അപ്പം മനസ്സിലാവുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത മാസമോ അങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് സ്ലീപ്പ്. യാ. അയ്യയ്യ, എല്ലാരും കിടന്ന് ഉറങ്ങല്ലേ. മെസ്സേജ് നോക്ക്. ദാ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ തായ്ലാൻഡിലോട്ട് പോവാണ്, അതായത് മൺഡേ. അപ്പോൾ എല്ലാവരെയും മൺഡേ നമ്മുടെ സ്വന്തം എയർപോർട്ടിൽ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പം എങ്ങനെ ആർമീസ്, നമുക്ക് തായ്ലാൻഡ് വരെ അവരുടെ കൂടെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കന്മാരുടെ കല്യാണം കൊണ്ടുവന്നതാ. തായ്ലൻഡ്. നാത്തുമാരെ ഓടിക്കോ, ക്രാങ്ങളൊക്കെ കെട്ടിയവന്മാരുടെ കൈ കൊടുത്തോ. ഓക്കെ നാത്തു. ആരവേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ട്രിപ്പിൻ്റെ അവസാനം വരെ നമ്മുടെ രണ്ടുപേർക്കും 3 കിടാങ്ങൾ വീതം ഉണ്ടാവുന്ന. അതെ, അതൊരു നേക്കഡ് ട്രൂത്താണ്. എന്നാലും നമുക്ക് കിടാങ്ങളും കൊണ്ട് നടക്കാം. പിന്നെ വിച്ചു, ഇങ്ങോട്ട് വന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഏട്ടാ? എടാ, അതവിടെ ദക്ഷമുള്ളതുകൊണ്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. കാര്യം പറ. ഞാനിവിടെ നിന്ന് മാറി നിന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നീയും മാമിയും കൂടി വേണം വെഡ്ഡിങ്ങിന് സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ഏട്ടാ, അത് സെറ്റ്. പിന്നെ മാക്സിമം നീ ഒറ്റയ്ക്ക് വേണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആമിനെ അധികം നടത്തേണ്ട. ഓ, അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു കുന്നിക്കാൽ കൂടെ കാണാണ്. ഡാ പോടാ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മതി ദാവിറ്റ് ഇങ്ങോട്ടി.
അപ്പോൾ എല്ലാവരും അത്യാവശ്യം അർമാദിച്ച് തിമിർത്തിയില്ലേ? ബാക്കിന് നാളെ എല്ലാവരും അവരവരുടെ റൂമിൽ പോയി കിടക്കേണ്ടതാണ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. എനിക്ക് ഇവിടെ തൈ ലാംഗ്വേജ് അറിയും. മാത്രമല്ല ഓരോ പണിയിൽ പോയി വീഴാൻ അറിയുന്നവരാ ഇതിലധികവും. പിന്നെ ഓരോ കുളത്തിൽ പോയി വീണിട്ട് നീന്താൻ അറിയാതെ കയ്യും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അതിന് തായ്ലാൻഡില് കുളമുണ്ടോ ദേവേട്ടാ? എന്നാ ആദ്യത്തെ പണിയെ കൊണ്ട് ഞാൻ പോവാ. നഗു നീയും കൊണ്ടുവെക്കോ. മാക്സ് യു ടു. ഓ അപ്പൊ ഞാനാണ് ആ പണിയെന്ന്. ദേവേട്ടാ നിങ്ങൾ ഞാൻ കൊല്ലൂടോ. ഓ മൈ ഗോഡ്. അയ്യോ ഒന്നും ചെയ്യരുത്. അപ്പൊ എല്ലാവരും ചെല്ല്. ശരി. ഓക്കെ, പ്ലാൻ ഇട്ടവര് പറ എന്താ? ഓക്കെ, ഫസ്റ്റ് നാളെ ഞാനും വിച്ചുവേട്ടനും ദേവേട്ടനും ആമയും കൂടെയാണ് ദക്ഷേട്ടനെയും കൊണ്ട് വരുന്നത്. അതായത് അതിനു മുന്നേ നിങ്ങൾ നന്ദുവേട്ടൻ, ചിന്നു നാത്തു, മാക്സ് ഏട്ടൻ, ജുവാന ചേച്ചി, ആരവേട്ടനെയും കൊണ്ട് പോവണം. പിന്നെ നമ്മൾ 2 ബസ്സിൽ നിന്നും 2 പേരെയും ഹാളിൽ കൊണ്ടുവരുന്നു. അത് കണ്ട് സർപ്രൈസ് അടിച്ച് നിൽക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് നമ്മുടെ ഡാൻസ്. ദെൻ അവരെ കൊണ്ട് 2-3 നല്ല ഡയലോഗ് പറയിപ്പിക്കണം. അത് കഴിഞ്ഞ് റിങ് ഇട്ട് കഴിഞ്ഞ് എഗെയിൻ ഡാൻസ്, ദി എൻഡ്. വാവ്, നല്ല പ്ലാൻ. ബട്ട് എന്ത് പറഞ്ഞു കൊണ്ടുവരും? ഫസ്റ്റ് ആരവേട്ടനാണ് എഴുന്നേൽക്കാറ്. ഒരു സംഭവമുണ്ട്, ഏട്ടൻ ബാ, ബാക്കിയുള്ളവർ പിന്നാലെ വരും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയാൽ മതി. ഓക്കെ, സെറ്റ്. എന്താ നീ ഉറങ്ങുന്നില്ലേ? സ്ഥലം മാറി കിടന്നുകൊണ്ടാവും ഉറക്കം വരുന്നില്ല. അല്ലാതെ നിന്റെ മൈൻഡിൽ നിന്ന് ടോപ്പിക്ക് പോവാണ്ടല്ല. ഏയ്, അത് ഞാൻ അപ്പോഴേ വിട്ടു. പിന്നെ ഇപ്പൊ ഇതെന്താ? ദക്ഷ്, നമുക്ക് നമ്മുടെ ജോലിയൊക്കെ വിട്ട് ഇവിടെ സെറ്റിൽ ആയാലെന്താ? വാട്ട് യു മീൻ? ഡോണ്ട് യു സീ ദിസ്? അതോ കാണാത്ത പോലെ നടക്കുന്നതോ? ലുക്ക് ഹൗ ഹാപ്പി വി ആർ ഇൻ ഹിയർ. ആരുടെയും വൃത്തികെട്ട നോട്ടമില്ല, പരിഹാസമില്ല, കുണ്ടനെന്ന വിളിയില്ല. ഇവിടെ നമ്മുടേത് മാത്രമായൊരു ലോകം. കാര്യം ശരിയാണ്, പക്ഷേ ഈ ജോലിയൊക്കെ വിട്ട്. അറിയാം, നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ ജോലി കിട്ടിയതെന്ന്. നമ്മുടെയൊക്കെ ഹാർഡ് വർക്ക് തന്നെയാണിത്. പക്ഷേ നീയൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും ജീവിക്കുന്നത് സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയാണ്. നമുക്കൊരിക്കലും അവിടെ നിന്ന് അത് കിട്ടില്ല. അതുകൊണ്ടാ വീട്ടേക്ക്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇനി അത് സംസാരിക്കണ്ട. താല്പര്യം ഇല്ലാണ്ടൊന്നുമല്ല, ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ. സാരില്ല, നീ കിടന്നുറങ്ങാൻ നോക്ക്. എല്ലാവരും ഉറങ്ങി, സമയം എത്രയെന്നാ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോർണിംഗ് ആരുവേട്ടാ? മോർണിംഗ്. എല്ലാ പരിപാടിയും കഴിഞ്ഞോ? എന്ത് പരിപാടി? അല്ല, കുളിച്ചു കഴിഞ്ഞോ, പല്ലേച്ച് കഴിഞ്ഞോ എന്നൊക്കെ? അത് കഴിഞ്ഞു. എന്നാ വാ, ഒരു സ്ഥലം വരെ നോക്കുക. ഇങ്ങോട്ടാ? വാ. അപ്പൊ ദക്ഷ് അവര് മറ്റവര് കൂടെ വരും, നമുക്ക് ഒരുമിച്ച് ഇപ്പൊ പോവാം. ഓക്കെ ദെൻ. എടാ, നിങ്ങൾ ആരവിനെ കണ്ടോ? ആരവേട്ടൻ ഇപ്പൊ തന്നെ മറ്റൊരു കൂടെ പുറത്തുപോയി. ഈ ഏട്ടൻ വാ, നമുക്കെന്നാ അവരുടെ കൂടെ പോവാം. ആണോ? എന്നോട് പറഞ്ഞില്ല. അതവര് വേഗം പോയതാ, ഫെസ്റ്റിവൽ ഉണ്ട്. വാ. ഓക്കെ. ഗൈസ് റെഡി അല്ലേ? 2 വിട്ടോ. ദക്ഷേട്ടാ നേരെ നടക്കേ. ആരവേട്ടാ നേരെ പൊക്കോളൂ കേട്ടോ. എടാ, എന്തോ ആടത്? ഞങ്ങളുടെ ഏട്ടന്മാരെ പിടിച്ച് കെട്ടിക്കാന്ന് കരുതി. അതുകൊണ്ട് വേഗം കാത്തു നിൽക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡയലോഗ് പറയാനുണ്ടെങ്കിൽ ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങോട്ട് കെട്ട്. ന്യൂ ലൈഫ് സ്റ്റാർട്ടാക്കാൻ പോവാ. അവസാനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഷെയർ ചെയ്തോ. ഇടതുഷ്ടന്മാരെ പെട്ടെന്ന് പറയാൻ പറഞ്ഞ എങ്ങനെ പെട്ടെന്ന് പറയാനാണ്? ഞാനൊന്നും കാണാൻ പടം പഠിച്ചിട്ടൊന്നുമില്ല. ഇതെന്തിങ്ങനെ? ഫ്യൂച്ചർ ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറയാണെങ്കിൽ പറ. നിങ്ങളും അതേപോലെ തന്നെ. Okay, the things that you have done for me, to help me, support me, surprise me, to make me happy, go above and beyond what any person deserves. You all I need. I love you and I like you. ആരോ,
I love you not only for what you are, but for what I am when I am with you. I love you not only for what you have made of yourself, but for that you are make of me. We loved with a love that was more than love. I will follow you to the ends of the world. അമ്മ ഊതിരങ്ങോട്ടിട്ട് കിസ് ഉണ്ടാളിയാ. അപ്പൊ ഇനി 2 days കഴിഞ്ഞ് നമ്മളെല്ലാവരും പോവല്ലേ? ഞങ്ങളില്ല. ആ എന്താട്ടാ? ഞങ്ങളില്ലെന്ന്. ബട്ട് വൈ? ഞങ്ങള് ഇവിടെ സേഫ് ആണെന്ന് തോന്നി, അതുകൊണ്ട്. ആരവ്, നീ പറഞ്ഞത് ശരിയാണ്. സമാധാനവും സന്തോഷം നിറഞ്ഞൊരു ജീവിതമല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് എന്തായാലും തിരിച്ചു പോയാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കുക. ഞങ്ങളിനി ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെറിയ വല്ല പണി ചെയ്ത് ജീവിക്കും. ഏട്ടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണോ? അതെ. എടാ മനുഷ്യ, എനിക്ക് നിങ്ങൾ മാത്രമുള്ള ചേട്ടനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കേ. എപ്പോഴെങ്കിലും നാട്ടിൽ വരാൻ തോന്നുമ്പോൾ വരണം. ഇടയ്ക്ക് ഞങ്ങളും ഇങ്ങോട്ട് വരും, കേട്ടല്ലോ? നാട്ടിൽ ചെന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് വേണം ഇവിടെ കയറാൻ. അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടേക്ക് വരും. കാരണം ഇഷ്ടപ്പെട്ടൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ. പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കൊന്നും വേണ്ട. ഇവിടെ കശ്യപിനൊരു കമ്പനി ഉണ്ട്. അവിടെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഹെഡാക്കിക്കൊണ്ട് ദ ബെസ്റ്റ് CEO ആയിട്ട് നിങ്ങളിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ നിയമിക്കാൻ പോകുന്നത് ഒരു അഡ്വക്കേറ്റിനെയും ഒരു കളക്ടറിനെയാണ്. അതെ, ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന എൻ്റെ ചേട്ടൻ്റെ ഒരു റെസ്റ്റും ആവും, നിങ്ങൾക്കൊരു പണിയാവും. പിന്നെ ഈ കമ്പനി ഒരിക്കലും കശ്യപിൻ്റെ ആവില്ല. ഇനി നിങ്ങളെ രണ്ടുപേരുടെ പേരിലായിരിക്കും അറിയപ്പെടാം. മാത്രമല്ല, ഇതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് 20% ഇവിടെയുള്ള ഓർഫനേജിന് കൊടുക്കണം. നിങ്ങളെപ്പോലുള്ള അനിയന്മാരെ കിട്ടാനേ ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ നല്ലൊരു ഭാഗ്യം ചെയ്തിട്ടുണ്ട്, അല്ലേ ദക്ഷ്? അതെ. അങ്ങനെ അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്നു. ദി എൻഡ്. എങ്ങനെയുണ്ട് സാറിൻ്റെ കഥ? ഗ്രേറ്റ് ജോബ് മാൻ. എനിക്ക് ആ സ്ക്രിപ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഒരു 6 months നമുക്ക് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ട് സെറ്റ് ചെയ്യാം. അപ്പോയിൻമെൻറ്റ് ലെറ്റർ. യു ക്യാൻ ജോയിൻ ഓൺവേർഡ്സ് ടുമാറോ ആസ് എ അസിസ്റ്റന്റ് ഡയറക്ടർ. ഓ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ശരിടോ, ബൈ. ബൈ സർ. അമ്മേ, അമ്മോയ്, എന്തുണ്ട് തക്കുടി ഇങ്ങനെ കിടന്ന് അലറുന്നേ? ഞാനിവിടെ ഉണ്ട്, പറ. അമ്മ എന്നെ സിനിമയിലെടുത്തമ്മ, അതും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. ആഹാ, ശരിക്കും? ആ അമ്മേ, ശരിക്കും. ഒന്ന് പോടേക്ക് അവിടുന്ന്. അമ്മ ഇവൻ പറയുന്നത് കേൾക്കുകയാണോ? നിങ്ങളുടെ സ്വന്തം റിയൽ ലൈഫ് സ്റ്റോറി എടുത്ത് സിനിമ ആക്കിയിട്ടാണ് അവൻ കയറാൻ പോകുന്നത്. ഈ കള്ളൻ ഇപ്പം തന്നെ പൂട്ടിച്ചോ? നീ പൂടി ചേച്ചി, നിനക്ക് ജലസല്ലേ എൻ്റെ അത്ര എത്താൻ പറ്റാത്തതിൻ്റെ? അയ്യോ, എനിക്കെന്തിനാ ജലസ്? അത് നിന്നോട്. നീ ആരാ? സ്വന്തം അപ്പൻ്റെ അമ്മയുടെ സ്റ്റോറി എടുത്ത് വിറ്റതും പോരാ. അത് ഫസ്റ്റ് സ്റ്റോറി ആയതുകൊണ്ട് സെക്കൻഡ് സ്റ്റോറി ഞാൻ സ്വന്തമായിട്ട് എഴുതും. കാണാം. ഓ അയ്യോ, വന്ന് കേറി രണ്ടും പോയി കുളിച്ച് ഫ്രഷ് ചെയ്ത് ഫുഡ് എടുത്ത് കഴിച്ചേ. അല്ലമ്മ, അപ്പ വന്നില്ലേ? വരും, അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. വെൽ ഡൺ മൈ ബോയ്. ഞാൻ റിട്ടയർ ആവേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പ പിന്നെ
റിട്ടയർ ആവണം. നോ വേ അപ്പാ, പോടെ അവിടുന്ന്. ഞാനൊക്കെ നിൻ്റെ പ്രായത്തിലേ എൻ്റെ അപ്പനെ റിട്ടയർ ചെയ്തിട്ട് പണി ചെയ്യായിരുന്നു. അതുപോലെ നീ ചെയ്യണം. എന്നെ കണ്ടില്ല, 50-55 വയസ്സായി ചാവാനേ. ഇനി ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ കുറച്ചായിട്ട് ജീവിക്കട്ടെ. ഇനി നീ റൂൾ ചെയ്യണം. ഓക്കെ? ഓക്കെ അപ്പാ. അപ്പം ഇനി കൂടുതൽ ലാഗൊന്നും അടുപ്പിക്കാണ്ട് ഞാൻ കഥയിലോട്ട് വരാണ്. ഞാൻ അദ്വൈത് വിയാൻ കശ്യപിൻ്റെയും അതിഥി വർമ്മയുടെയും ഏറ്റവും ഇളയ മോൻ. എനിക്ക് മൂത്തത് 2 ട്വിൻ സിബിലിങ്സ് ആണ്. ഒന്ന് വന്യ വിയാൻ ആൻഡ് അദ്വിക് വിയാൻ. ചേച്ചി ഫാഷൻ ഡിസൈനറാണ്. ചേട്ടൻ അച്ഛൻ്റെ പോലെ മാഫിയയും. ഞാൻ സിനിമയിലിങ്ങനെ ചെത്താൻ പോകുന്നു. ഇനി അടുത്തത് ഞങ്ങളുടെ നന്ദുപ്പാപ്പനും ചിന്നു ചിറ്റയും. ഇവർക്ക് രണ്ടുപേർക്കും 2 മക്കളാണ്. ഒരാൾ നിർവാൻ നകുലും മറ്റേ ആൾ നിവേദ്യ നകുൽ. അടുത്തത് ആറവ് വില്ലിച്ചനും ദക്ഷ് വില്ലിച്ചനും. ഇവർക്ക് രണ്ടുപേർക്കും ഒരു മോനുണ്ട്, ആർദവ്, മൈ ബെസ്റ്റി. അടുത്തത് ദേവൻ വില്ലിച്ചൻ്റെയും ആമി വില്ലുമ്മയുടെയും മക്കൾ ധ്രുപദ് ദേവഷ് ആൻഡ് ആരവി ദേവഷ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈ ഫേവറേറ്റ് അങ്കിൾ മാക്സ് അങ്കിൾ ആൻഡ് ജുവാന ആൻറ്റി. ഇവർക്ക് ഒരു മോളാണ്, ജെസിക്ക മാക്സ്. അങ്ങനെ എല്ലാ സിബിലിങ്സും അവരവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇനി ഒരു സെക്കൻഡ് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഞങ്ങൾ വീണ്ടും വരാതെ ഇരിക്കാം. ചിലപ്പോൾ ഞങ്ങളുടെ കഥയായിട്ടായിരിക്കാം ഞങ്ങൾ എത്തുന്നത്, ഒരു സീസൺ 2 പോലെ. വരാതിരിക്കാം എന്നൊരു ചോയ്സ് നിങ്ങൾ കേൾക്കണം. ആരും വരണം എന്ന് പറഞ്ഞ് കമൻ്റ് ഒന്നും ഇടരുത്. ഇനി ഞങ്ങളുടെ ലൈഫാണ്, ഞങ്ങളുടെ കഥ കൂടിയാണ്. പിന്നെ നമ്മുടെ ജിൻ സിസ്റ്റർക്ക് ഇപ്പോൾ തല്ലിൽ പ്രാന്ത് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഒരു കഥയും കിട്ടാത്തത് കൊണ്ടും പുള്ളിക്കാരി ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇത് കണ്ടുവെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ബൈ, സീ യു, ദി എൻഡ്.